ഏവർക്കും വിവിൻ ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷേ ലൈക്ക്, കമൻറ്റ് ഇതൊന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നല്ല നല്ല വീഡിയോകൾ നമ്മൾ ഇടുന്നുണ്ട്. ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്ഡോർ എന്നാണ് നമ്മൾ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗഹൃദത്തെ കുറിച്ചാണ്. അപ്പോൾ ഏവർക്കും ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാവുന്നറിയാം. സൗഹൃദങ്ങളില്ലാത്ത ആൾക്കാർ ചുരുക്കം ചിലരായിരിക്കും. അപ്പം നല്ല സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും നമ്മുടെ അന്നമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന, നമ്മളെ ജീവിപ്പിക്കുന്ന ഒരു ഘടകമാണ് സൗഹൃദം. എന്താ പറഞ്ഞെങ്കിൽ എല്ലാവരും പറയുന്ന പോലെയല്ല. ചിലരൊക്കെ പറയും സൗഹൃദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഉപദേശിക്കാൻ വരുന്നത് ഇഷ്ടമല്ലാത്ത ആൾക്കാർ, പിന്നെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇഷ്ടമല്ലാത്ത ആൾക്കാർ, പിന്നെ അവരുടെ നല്ല വശങ്ങൾ മാത്രം പറയുന്നത് മാത്രം ഇഷ്ടമുള്ള ആൾക്കാർ, ഇങ്ങനെയൊന്നുള്ള ആൾക്കാർ നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കളല്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തെറ്റുകൾ എന്താണോ അത് ചൂണ്ടിക്കാണിക്കും. അത് എല്ലാവരെയും സഭയിൽ നിന്നല്ല, നിങ്ങളോട് സ്വന്തമായിട്ട് നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു തരും. നിങ്ങളെ നേർവഴിക്ക് നടത്താൻ അദ്ദേഹത്തിനാവും. എന്താ പറഞ്ഞാൽ ഞാൻ വേറൊരു വീഡിയോ ഇതേമാതിരി ഞാൻ ചെയ്തിട്ടുണ്ട്. ചാണകം ചാരിയാൽ ചാണകത്തിൽ ചവിട്ടീൻ്റെ ചാണകം മണക്കും, ചന്ദനത്തിൽ ചാരീൻ്റെ ചന്ദനം മണക്കും. അതേപോലെ തന്നെയാണ്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സൗഹൃദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ തന്നെയാണ്. എന്താ പറഞ്ഞാൽ പ്രശസ്ത കവി, നമ്മുടെ മലയാള കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് പലപ്പോഴായ പറയുന്ന ഒരു പേരുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മനോരമ ചാനലിൽ ജോണി ലൂക്കോസ് എന്ന് പറഞ്ഞ ആൾക്ക് ഒരു അഭിമുഖം കൊടുത്തേരെ സംസാരിച്ച കാര്യങ്ങളാണിത്. അത് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം മഹത്വമാണെന്ന് അത് പറഞ്ഞതെന്നറിയോ? അതേമാതിരി തന്നെയാണ്. നമ്മളൊരു പഴഞ്ചൊല്ല് തന്നെ ഉണ്ട്, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്ന്. എന്താ പറഞ്ഞാൽ ആ കണ്ണാടിയിൽ നമ്മളെ പ്രതിബിംബമാണ് കാണുന്നത്. അപ്പൊ ആ പ്രതിബിംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ചീത്ത കാര്യങ്ങൾ, മോശം കാര്യങ്ങളിൽ നിന്നും നമ്മളെ നേർവഴിക്ക് നടത്തുന്ന ആരാണോ അയാളാണ് യഥാർത്ഥ സുഹൃത്ത്. അതേപോലെ തന്നെയാണോ നിങ്ങളുടെ സുഹൃത്തുക്കളും? നിങ്ങളും ആ സുഹൃത്തിനോട് അതേപോലെ തന്നെയാണോ? ആ തെറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ടോ? അദ്ദേഹത്തെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ? നിങ്ങൾ അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളും നല്ലൊരു സുഹൃത്താണ്, നിങ്ങളുടെ സുഹൃത്തും നല്ലൊരു സുഹൃത്താണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞിട്ടുള്ളത് എന്താ പറഞ്ഞാൽ ജോണി ലൂക്കോസിന് മനോരമ ചാനലിൽ ഒരു അഭിമുഖം നൽകിയരും. അപ്പോൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്, വിജയലക്ഷ്മി എന്ന് പറഞ്ഞ ആള് എൻ്റെ നല്ല സുഹൃത്താണ്, അവരും കവയിത്രിയാണ്, നല്ല സുഹൃത്താണെന്ന്. അപ്പോൾ ജോണി ലൂക്കോസ് ചോദിച്ചു, നിങ്ങളെ പത്നിയല്ലേ? അപ്പോൾ എന്താ അങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നല്ല സുഹൃത്തിനെ ഒരു നല്ല ബന്ധത്തിലേക്ക്, നല്ല ബന്ധങ്ങൾക്ക് തുടരാൻ സാധ്യമാവുന്നു. സത്യമാണ്. എന്താ പറഞ്ഞാൽ സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലും പുണ്യമായ ഒരു ബന്ധമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നമ്മളുടെ മാതാവെന്ന് വരുന്ന ആ ഒരു ഏട്ടനനിയൻ ബന്ധത്തെക്കാളും ശക്തിയേറിയ, അത്തരത്തിൽ തന്നെ ആ ഒരു ഇതിൽ തന്നെ ഉൾപ്പെടുത്താൻ പറ്റുന്ന അത്രയും ശക്തിയുള്ള ഒരു ബന്ധമാണ് സുഹൃത്ത് ബന്ധം. അത് നല്ലൊരു ബന്ധമാണെങ്കിൽ കേട്ടോ. എന്താ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ സൗഹൃദത്തിൽ നിങ്ങൾ സൗഹൃദപ്പെടാൻ പറ്റാത്ത കൂട്ടരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറയും, ചില സമയത്ത് പറയാറുണ്ട്, നീ ഒറ്റ തന്തയ്ക്കുണ്ടായതാണോ അങ്ങനെയാണോ? ഒരിക്കലും അങ്ങനെ പറയരുത്. അത് അൺപാർലമെന്ററി വേർഡാണ്. ഞാനും പലപ്പോഴും പല ആൾക്കാരോടും അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയരുത്. എന്താണെന്നുണ്ടെങ്കിൽ ലൈംഗിക തൊഴിലാളിയായ സ്ത്രീക്ക് ഉണ്ടാകുന്ന കുട്ടിക്ക് പോലും ഒരൊറ്റ തന്തയുണ്ടാവും. അല്ലാണ്ട് ലൈംഗിക തൊഴിലാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ആൾക്കാരായിരിക്കും. പക്ഷെ അവരിലുണ്ടാവുന്ന കുട്ടിക്ക് പോലും ആ ജീനിൽ പോലും ഒരൊറ്റ തന്തേൻ്റെതായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് നമ്മൾ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡബിൾ സ്റ്റാൻഡ്. അത് കാരണം ഒന്നിലും ഉറച്ചു നിൽക്കാൻ പറ്റാത്ത യാതൊരു കാര്യവും, വീട്ടിലുള്ള നമ്മളെ കുടുംബത്തിലുള്ള നമ്മുടെ ഉറ്റവരെ കാര്യത്തിൽ പോലും ഇടപെടാനോ അതിനെ നല്ല രീതിയിൽ സംസാരിക്കാനോ പറ്റാത്ത. അപ്പൊ നമ്മൾ ഈ സൗഹൃദ ബന്ധത്തിന്റെ ഇടയിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളെ സുഹൃത്ത് ആയിട്ട് ഒരുമിച്ചല്ലാത്ത സമയത്ത് വേറെ പലരും ചിലപ്പോൾ നമ്മളോട്
അവന് നിന്റെ അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമുക്കൊരു കല്യാണാലോചന ഉണ്ട് വിചാരിച്ചോളൂ നമ്മളെ സുഹൃത്തിന്. അപ്പോൾ ആ സുഹൃത്തിൻ്റെ അടുത്ത് നമ്മളല്ലാത്ത സമയത്ത് മറ്റുള്ള കുറച്ച് ആൾക്കാർ പറയാണെടാ നിന്റെ സുഹൃത്ത് മറ്റേവന് എന്നാ ഈ കല്യാണം മുടക്കാനുള്ള ചില കളികൾ കളിക്കുന്നുണ്ടെന്നാ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളെ സുഹൃത്തിനെ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും വർഷവും കാലങ്ങളുമായിട്ട് അവനൊന്ന് കള്ളത്തരം പറഞ്ഞാലോ അല്ലെങ്കിൽ അവന്റെ മുഖത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വന്നാലോ എന്നാ ഒക്കെ നമുക്കറിയാം. അവന്റെ കണ്ണിന് വരെ മാറ്റം വന്നാൽ പോലും നമുക്കറിയാവുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ ആ സൗഹൃദ ബന്ധമായിട്ടുണ്ടാവും. അത്രയും ആത്മാർത്ഥമായ സൗഹൃദ ബന്ധമാണെങ്കിൽ നമ്മളാവും. എന്താ പറയുക, അവന്റെ ഒരു ചെറിയൊരു സങ്കടം പോലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എങ്കിലും നമ്മളെ മനസ്സിൽ ഒരു ഒരു നീറ്റലുണ്ടാക്കും. എന്താണ് അങ്ങനെ ചെയ്യൂ. അപ്പം നമ്മളത് വെറുതെ മനസ്സിലിട്ട് നടക്കല്ലേ ചെയ്യേണ്ടത്. നമ്മൾ ആ സുഹൃത്തിനോട് ചോദിക്കണം. ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും, അങ്ങനത്തെ എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ആ സുഹൃത്തിനോട് നമ്മൾ ചോദിക്കണം, എടാ നീ എന്തിനാണ് ഈ ഒരു കാര്യം ചെയ്തത്, ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് കേട്ടല്ലോ, അത് സത്യമാണോ എന്നുള്ളത്. അപ്പൊ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടാവും. അതിന്റെ ആ സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഏത് സുഹൃത്താണെങ്കിലും, നിങ്ങൾക്ക് സംഭവിച്ചാണെങ്കിലും നിങ്ങളുടെ സുഹൃത്തായാലും ഈ രീതിയിലാണ് നമ്മളോട് എന്താക്കേണ്ടത്, ആ രീതിയിലാണ് സംസാരിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് അതിനൊരു ക്ലിയറും ക്ലാരിറ്റിയും വരിക. അല്ലാതെ ക്ലാരിറ്റിയോ ക്ലിയറോ വരാതെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ തെറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും പാടില്ലാത്തതാണ്. എന്താ പറഞ്ഞാൽ അത്രയും നല്ലൊരു സൗഹൃദമായിരിക്കും ചിലപ്പോൾ ഈ ഒരു ഒറ്റ രീതിയിൽ തകർന്നു പോകുന്നത്. എന്താ പറയുകയാണെങ്കിൽ വിശ്വാസമാണ് ഏറ്റവും വലുത്. സൗഹൃദത്തിൽ നല്ല എന്ത് ബന്ധത്തിലായാലും വിശ്വാസ്യതയാണ്, സത്യസന്ധതയാണ് അതിൽ. ആത്മാർത്ഥത, സത്യസന്ധത, വിശ്വാസ്യത. ഈ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പല ബന്ധങ്ങളും അവിടെ തകർന്ന്, ബന്ധങ്ങളില്ല, പിന്നെ ബന്ധങ്ങൾ അവിടെ തകരായി. പിന്നെ നമ്മൾ വിശ്വസിച്ച് ഒരു സുഹൃത്തിനോട് വിശ്വസിച്ച് ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു സ്ഥലത്തേക്ക് പോവില്ല. അതിന് എന്തൊക്കെ കാര്യങ്ങളായാലും, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ആ സുഹൃത്തിന് അറിയാവുന്നത്. പക്ഷേ നല്ലൊരു സുഹൃത്താണെങ്കിൽ ആ കാര്യങ്ങളൊന്നും ഒരിക്കലും മറ്റൊരാളോട് ഷെയർ ചെയ്യില്ല. അങ്ങനത്തെ സുഹൃത്തുണ്ടെങ്കിൽ ആ ഒരു സുഹൃത്ത്, നിങ്ങളുടെ സുഹൃത്ത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നല്ലൊരു സുഹൃത്തല്ല. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് നല്ല സുഹൃത്താണ്. പിന്നെ നിങ്ങൾക്ക് എന്ത് വിഷമഘട്ടത്തിലും നിങ്ങൾക്ക് ഓടിച്ചെല്ലാനും നിങ്ങൾക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ആ സുഹൃത്തിനായാലും ശരി നിങ്ങളുടെ സുഹൃത്തിനായാലും ശരി അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാനും പറയാനും സാധിക്കുന്ന ഇതാണ്. അങ്ങനെ സംഭവിക്കുന്നവരാണ് ആ സുഹൃത്ത് ബന്ധം ദൃഢമാവുന്നത്. ആ സുഹൃത്ത് ബന്ധമാണ് യഥാർത്ഥ സുഹൃത്ത് ബന്ധം. പിന്നെ ഒരിക്കലും സുഹൃത്തുക്കളായി കൂട്ടാൻ പറ്റാത്തതാണ് ഈ ലഹരി. ഈ കള്ള് കുടിക്കുന്ന ആൾക്കാർ, ഇത് എനിക്ക് മദ്യപാനികളാണെങ്കിലും അവര് നമുക്ക് പരിഗണിക്കുക. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ ചതിയും വഞ്ചനയും ചെയ്യൂല എന്ന് വിചാരിക്കും. പക്ഷേ ഈ ലഹരി മയക്കുമരുന്ന് മറ്റുള്ള കാര്യങ്ങൾ, ഈ കഞ്ചാവ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആളെ ഒരിക്കലും നിങ്ങളെ സുഹൃത്ത് വലയത്തിൽ കൂട്ടാനും പാടില്ല. അവരെ എത്രത്തോളം സുഹൃത്ത് വലയത്തിൽ നല്ല ഒരുമിച്ച് നിങ്ങൾ അവരൊപ്പം നടക്കാനേ പാടില്ല. എന്താ പറഞ്ഞാൽ അത്രയ്ക്കും വൃത്തികെട്ട ചിന്താഗതിയും ഡബിൾ സ്റ്റാൻഡും ഡബിൾ മൈൻഡും ഉള്ള ടീമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു രീതിയിൽപ്പെട്ട ഡബിൾ മൈൻഡും ഡബിൾ സ്റ്റാൻഡേർഡും ഉള്ള ടീമായിരിക്കും ഇങ്ങനത്തെ ആൾക്കാർ. എന്താ പറഞ്ഞാൽ ഉറച്ചൊരു തീരുമാനം ഉണ്ടാവില്ല. സ്വന്തം കുടുംബത്തിൽ പോലും ഉറച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അത്രയും വൃത്തികെട്ട ഒരു രീതിയിൽ കൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരായിരിക്കും ഇവർ. എന്താ പറഞ്ഞാൽ ഒരിക്കലും യഥാർത്ഥത്തിലുള്ള ഒരു നല്ലൊരു മൈൻഡ് ഇവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവർ ഒരിക്കലും നിങ്ങൾ കൂട്ടത്തിൽ കൂട്ടരുത് എന്ന് പറയുന്നത്. കൂട്ടത്തിൽ കൂട്ടുകയും ചെയ്യരുത്. ഇപ്പോൾ കഞ്ചാവും കൊണ്ടിട്ടാണ് അല്ലെങ്കിൽ MDMA കൊണ്ടിട്ടാണ് നിങ്ങൾ ചിലപ്പോൾ ഇതൊന്നും ഉപയോഗിക്കില്ല. പക്ഷേ അവരൊപ്പാണ് നിങ്ങൾ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും കൊടുക്കും. ഒരു കള്ളൻ്റെ ഒപ്പം എന്താണ്, ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചതാണ്. ഞാൻ ആ കാര്യങ്ങൾ എനിക്ക് സ്പഷ്ടമായിട്ടും അറിയാവുന്നതും കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ. സൗഹൃദങ്ങൾ എന്നും നല്ലതിന് മാത്രമാണ്. ഈ ലോകത്തിന്റെ നന്മയ്ക്ക് നല്ല സൗഹൃദങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമാണ്. നല്ല നല്ല സൗഹൃദങ്ങൾ സൃഷ്ടിക്കാൻ നോക്കുക. നല്ല നല്ല സൗഹൃദങ്ങൾ ഏവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ എൻ്റെ ഈ എളിയ വീഡിയോ, ഒരു ചെറിയൊരു വീഡിയോ ആണ്, ആ വീഡിയോ ഇവിടെ നിർത്തട്ടെ. അപ്പോൾ നിങ്ങളോട് ഏവരോടായിട്ട് പറയാനുള്ളത്, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ ചാനലിന് എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾ തരിക. അപ്പോൾ ഇത്തരം നല്ല നല്ല വീഡിയോകളായിട്ട് നമ്മൾ ഇനിയും മുന്നോട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുഖ്യം.